അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. വഫിഖ്. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഇടത്തെ ഭാഗത്തുള്ള ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ യോജിച്ചതിന് നേരെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത് മിൻ അഹമ്മിൽ ഉമൂരി ദീനിയ, മതപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അമാനത്ത്, ഷഹാദത്തു സൂർ, നസീഹത്ത്, ബഅദുൽ നുജൂം, അൽ ഉസ്റത്തു, തമാമു നിഅമ. അപ്പോൾ ഏതാണ് യോജിച്ചത്? അൻ നസീഹത്ത്, നസീഹത്താണ്. അപ്പോൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശം. അപ്പോൾ ഉപദേശമാണ് മതപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടത്. രണ്ടാമത്തത് യതഹഖഖു മിൻ അഫ്റാദിൽ ഇൻസാനി, മനുഷ്യ വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മനുഷ്യരിൽ നിന്ന് രൂപം കൊള്ളും അല്ലെങ്കിൽ സ്ഥിരപ്പെടും. എന്താണ്? അൽ ഉസ്റത്തു, കുടുംബം. അപ്പോൾ ഓരോ വ്യക്തികളിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് എന്ത്? കുറേ വ്യക്തികളിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉസ്റത്ത് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അവ്വലുമാ യുഫ്ഖദു മിനദ്ദീനി, ദീനിൽ നിന്നും ആദ്യം നശിക്കുന്നത് എന്താണ്? അൽ അമാനത്തു, വിശ്വസ്തതയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇല്ലാതെയാകുന്നത്, നശിച്ചു പോകുന്നത് വിശ്വസ്തതയാണ്, അമാനത്താണ്. അപ്പോൾ അവിടെ അമാനത്ത് എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് ഉദിലത്ത് ബിൽ ഇഷ്റാക്കി ബില്ലാഹി, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിനോട് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ തുല്യപ്പെടുത്തിയിരിക്കുന്നു. എന്തിനെ? ഷഹാദത്ത് സൂർ, കള്ളസാക്ഷ്യത്തെ. അപ്പോൾ അവിടെ ഷഹാദത്ത് സൂർ എന്നുള്ളതാണ് അവിടെ നിന്നും എഴുതാനുള്ളത്. അഞ്ചാമത്തത് ബി ദുഖൂലിൽ ജന്നത്തി വ ലിഖാഇല്ലാഹി തആല, സ്വർഗത്തിൽ പ്രവേശിക്കൽ കൊണ്ടും അള്ളാഹുവിനെ കാണൽ കൊണ്ടുമാണ് എന്താവല്? തമാമു നിഅമത്ത്, നിഅമത്തിന്റെ പൂർണ്ണത. ഇനി ആറാമത്തത്, അപ്പോൾ അവിടെ തമാമു നിഅമത്തി എന്ന് എടുത്തെഴുതുക. ആറാമത്തെ അക്ബറു മിന ഷംസി, സൂര്യനേക്കാൾ വലുതാണ്. ബി ആലാഫിൻ മറാത്തിൻ, ആയിരക്കണക്കിന്, 1000 ഇരട്ടി എന്താണ്? വലുതാണ്. ബഅല നുജൂമി, ചില നക്ഷത്രങ്ങൾ. അപ്പോൾ ബഅല നുജൂമി എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി അടുത്തത് മയ്യിസ്, വേർതിരിക്കാനാണ്. ആ ഒരു റൗണ്ടിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ട്? അഷ്റാത്തു സാഅത്തി സൂറ, ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും പിന്നെ അലാമത്തുൽ ഖിയാമത്തുൽ കുബ്ര, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ എഴുതുക. രണ്ടാമത്തതിൻ്റെ അടിയിൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ എഴുതുക. ഒന്നാമത്തെ നോക്കാം. അഷ്റാത്തു സാഅത്തി സുഗ്റ, ചെറിയ അടയാളങ്ങൾ ഏതെല്ലാമാണ് അതിലുള്ളത്? ഐ യുർഫഉൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടും. പിന്നെ എന്താണ് അടുത്തത്? ളുഹൂറു അസ്വാത്തി ഫിൽ മസാജിദി, പള്ളിയിൽ നിന്നും ശബ്ദം ഉയരും, ശബ്ദങ്ങൾ എന്താവും? ഉയരും, വെളിവാകും. ഇനി അടുത്തത് അൻ യക്സുറ സിന, സിന അധികരിക്കും. ഇതൊക്കെ എന്താണ്? അഷ്റാത്തു സാഅത്തി സുഗ്റ, അതിൽപ്പെട്ടതാണ്. പിന്നെ രണ്ടാമത്തെ അലാമത്തുൽ ഖിയാമത്തിൽ കുബ്ര, അതിൽപ്പെട്ടത് ഏതാണ്? ഖുറൂജു ദാബത്ത്, ദാബത്തുൽ അർളിന്റെ പുറപ്പെടൽ. ളുഹൂറുൽ മഹ്ദി, മഹ്ദി ഇമാമിന്റെ പുറപ്പെടലും. അദ്ദുഖാനു, ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുക. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ഉക്തുബുൽ ജവാബ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാദിഹിൽ അസ്ഇല. അപ്പോൾ താഴെ ചോദിച്ച ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണെന്നാണ്. ഒന്നാമത്തത് അഖ്ബിർനി അനിസ്സാ, ഖിയാമത്ത് നാളിനെ തൊട്ട് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തതാണ് മൽ മസ്ഊലു അൻഹാ ബി അഅ്ലമ മിനസ് സാഇൽ. മൽ മസ്ഊലു, ചോദിക്കപ്പെട്ടവനല്ല, അൻഹ, ഈ ചോദ്യത്തെ തൊട്ട്, ബി അഅ്ലമ, ഏറ്റവും അറിവുള്ളവനല്ല, മിനസ് സാഇൽ, ചോദിച്ചവനേക്കാൾ. രണ്ടാമത്തത് അയ്യുൽ കസ്ബി അത്യബുൻ, ഏത് ജോലിയാണ് ഏറ്റവും ഉത്തമം? അപ്പം മറുപടി എന്താണ് പറഞ്ഞത്? അമലു റജുലി ബി യദിഹി വ കുല്ലു ബൈഇൻ മബ്റൂരി, അപ്പോൾ ഒരു പുരുഷൻ കൈകൊണ്ട് ചെയ്യുന്ന ജോലിയാണ്, പിന്നെ എല്ലാ നല്ല ജോലികളുമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൈഫ ഇളാഅത്തുഹ അൽ അമാനത്തു, അപ്പോൾ അമാനത്ത് പാഴാക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അമാനത്ത് പാഴാക്കപ്പെടുക? ഉത്തരം ഇദാ വുസ്സിദ അംറു ഇല ഗൈരി അഹ്ലിഹി ഫന്തദിർ സഅ, കാര്യങ്ങൾ അർഹരല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിയായിട്ട് പറഞ്ഞത്. ഇനി അടുത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അദ്ദീനു അൻ നസീഹ ലിമൻ, ദീന് നസീഹത്താണ്. ലിമൻ, ആരോടൊക്കെ?
ആരോടൊക്കെ ഉള്ളതാണ്? ലില്ലാഹി അള്ളാഹുവിനോടും, വലി കിതാബിഹി അവന്റെ കിതാബിനോടും, വലി റസൂലിഹി അവന്റെ മുർസലീങ്ങളോടും റസൂലികളോടും, വലി അഇമ്മത്തിൽ മുസ്ലിമീങ്ങളിലുള്ള നേതാക്കളോടും, വ അമ്മത്തിഹിം സാധാരണക്കാരോടുമുള്ള. അപ്പൊ അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ആഖിരിൽ ആയാത്തിൽ കുബ്ര ലിൽ ഖിയാമത്തി മാഹുവ, അവസാനത്തെ അടയാളം, ഖിയാമത്ത് നാളിലെ അവസാനത്തെ അടയാളം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അന്നാറു ഒരു തീയാണ്, അല്ലത്തി എങ്ങനെയുള്ളതാണ്? തഹ്ഷുറുന്നാസ ജനങ്ങളെ അത് നയിക്കും, ഇലൽ മഹ്ഷറിലേക്ക്. അതാണ് അവസാനത്തെ അടയാളം. മൂന്നാമത്തത്, മാതാ റജ്ജഹൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫി യഅ്ജൂജ മഅ്ജൂജ. അപ്പോൾ ഹാഫിദ് ഇബ്നു ഹജർ എന്നവർ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ ബലപ്പെടുത്തി യഅ്ജൂജ് മഅ്ജൂജിൽ. എന്താണ് യഅ്ജൂജിലും മഅ്ജൂജിലും ഹാഫിദ് ഇബ്നു ഹജർ എന്നവർ ബലപ്പെടുത്തിയത് എന്താണ്? അതിനുത്തരം അന്നഹും ഖബീലത്താനി, തീർച്ചയായും അവരെന്താണ്? രണ്ട് ഖബീലകളാണ്. മിൻ വുലിദ യാഫിത്ത് ഇബ്നു നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകൻ യാഫിത്ത് എന്നിവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട രണ്ട് ഖബീലക്കാരാണ് യഅ്ജൂജും മഅ്ജൂജും. നാലാമത്തത്, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലിൻ വഹുവ യഗ്ലു അഖാഹു ഫിൽ ഹയാഇ ഫമാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു പുരുഷന്റെ അടുത്തൂടെ നടന്നു പോവുകയായിരുന്നു. മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു, അലാ റജുലിൻ ഒരു പുരുഷന്റെ മേൽ, വഹുവ അവൻ എന്താണ് ചെയ്യുന്നത്? യഗിദു അഖാഹു തന്റെ സഹോദരനെ ഉപദേശിക്കുകയാണ്, ഫിൽ ഹയായി ലജ്ജയെ തൊട്ട്. ഫമാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് അവനോട് പറഞ്ഞത്? എന്താണ്? ദഅഹു നീ അവനെ ഒഴിവാക്കുക. ദഅഹു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഫ ഇന്നൽ ഹയാ തീർച്ചയായും ലജ്ജ മിനൽ ഈമാനി ഈമാനിൽ നിന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത്, മാദാ ഫഅല ഉമർ റളിയല്ലാഹു ബി ഷാഹിദ് സൂറു ഉത്തിയ ഇൻദഹു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കള്ളസാക്ഷ്യം വഹിച്ച ഒരാളെ കൊണ്ടുവന്നാൽ ഉമർ റളിയല്ലാഹു എന്താണ് ചെയ്യുക? എന്താണ്? ഫജറദഹു വ ഔഖഫഹു ലിന്നാസി യൗമൻ വഖാല ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഫഅഗ്രിഫുഹു തുമ്മ ഹബസു. ഫജറദഹു അപ്പോൾ ചാട്ടവാറ് കൊണ്ട് അടിക്കും. ഫഔഖഫു ലിന്നാസി യൗമൻ ഒരു ദിവസം ജനങ്ങളുടെ മുന്നിൽ അവനെ നിർത്തും. വഖാല ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ എന്നിട്ട് പറയും, ഇവൻ ഇന്ന ആളുടെ മകനാണ്. ഫഅഗ്രിഫു ഇവനെ നിങ്ങൾ അറിയുക. തുമ്മ ഹബസഹു അതിനുശേഷം എന്ത് ചെയ്യും? അവനെ ജയിലിൽ അടയ്ക്കും. ഇനി ഉക്തുബുൽ ഇത്നൈനി രണ്ടെണ്ണം വീതം എഴുതാനാണ്. മാ ബായഅ അലൈഹി ജരീറുൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജരീർ എന്നവർ എന്തെല്ലാമാണ് ബൈഅത്ത് ചെയ്തത്? അലാ ഇഖാമി സ്വലാത്തി നിസ്കാരം നിലനിർത്തുമെന്നും, വ ഈതാഇ സക്കാത്തി സക്കാത്ത് നൽകുമെന്നും, വ നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിനോടും എന്ത് ചെയ്യും? നസീഹത്ത് ചെയ്യും. എല്ലാ മുസ്ലിമിനോടും ഗുണകാംക്ഷയുള്ളവനായിരിക്കുമെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജരീർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തത്. ഇനി അടുത്തത്, അൽ ഹുസൂഫാത്തു സലാത്തത്തു മിൻ അലാമത്തിൽ ഖിയാമ. അപ്പോൾ ഖിയാമത്ത് നാളിൽ കുറച്ച് വിഴുങ്ങലുകൾ, മൂന്നോളം വിഴുങ്ങലുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്നൊക്കെയാണ് വരിക? അൽ ഹുസൂഫാത്തു സലാത്തത്തു മൂന്ന് വിഴുങ്ങലുകൾ, മിൻ അലാമത്തിൽ ഖിയാമ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ നിന്ന്. ഏതൊക്കെയാണ്? ഒന്ന്, ഹസ്ഫും ബിൽ മശ്രിഖി കിഴക്ക് ഭാഗത്തു നിന്നുള്ള വിഴുങ്ങൽ. പിന്നെ വ ഹസ്ഫുൻ ബിൽ മഗ്രിബി പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വിഴുങ്ങൽ. പിന്നെ വ ഹസ്ഫുൻ ബി ജസീറത്തിൽ അറേബ്യൻ ഉപദ്വീപുകളിൽ നിന്നും. ഇനി മൂന്നാമത്തത്, മഫാത്തിഹുൽ ഗൈബിൽ ഹംസ. അപ്പം മഫാത്തിഹുൽ ഗൈബ് മറഞ്ഞ കാര്യങ്ങൾ എത്രയാണ്? 5 എണ്ണമാണ്. ഏതെല്ലാമാണ്? ഇൽമു സാഅത്ത് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്, വ യുനസ്സിലുൽ ഐസ മഴ എപ്പോഴാണ് വർഷിക്കുക എന്ന്, വ യഗ്ലമു മാ ഫിൽ അർഹാമി എന്താണ് ഗർഭപാത്രത്തിലുള്ള അറിവ്. പിന്നെ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു അദൻ നാളെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുക എന്നും. പിന്നെ വമാ തദ്രി നഫ്സുൻ ബി അയ്യ അർളിൻ തമൂത്ത് പിന്നെ ഒരു മനുഷ്യൻ എവിടെയാണ് മരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവും. ഇതൊക്കെ ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ അതാണ് മറഞ്ഞ കാര്യങ്ങൾ. ഇനി നാലാമത്തെ, അർബഅത്തുൻ യുതഅവ്വദു ബില്ലാഹി മിൻഹാ ബഅദ തശഹുദിൽ അഖീരി. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അദാബുൽ ജഹന്നം
നരകത്തിൻ്റെ അദാബിനെ തൊട്ട് അദാബുൽ ഖബരി വ ഫിത്നത്തി മഹിയ എന്താണ് അദാബുൽ ഖബർ ഖബറിൻ്റെ ഫിത്നയെ തൊട്ടും പിന്നെ അദാബുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ ശിക്ഷ അതിനെ തൊട്ടും വ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി ജീവിത മരണത്തിലുള്ള ഫിത്നയെ തൊട്ടും വമിൻ ഷെറിൽ മസീഹ് ദജ്ജാലിൻ്റെ ശപിക്കപ്പെട്ട ദജ്ജാലിൻ്റെ ഷെറിനെ തൊട്ടും. ഇനി അടുത്തത് ആറാമത്തെ തമ്മീമുൽ അഹാദീസ് ഹദീസുകൾ പൂർത്തിയാക്കാനാണ്. അൽ മുഅ്മിനു ഒരു മുഅ്മിൻ ലിൽ മുഅ്മിനി മറ്റൊരു മുഅ്മിന് കൽ ബുന്യാൻ ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും എന്തുപോലെയാണ്? കൽ ബുന്യാനി ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ധു ശക്തിപ്പെടുത്തും ബാലഹു ചിലത് ബാലൻ ചിലതിനെ. അപ്പോൾ അതാണ് ബാലുഹു ബാലൻ എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. രണ്ടാമത്തെ അദ്ദിൽ അമാനത്ത ഇല മനി ഇത്തമനക്ക വല തഹുൻ മെൻ ഖാനക്ക. അപ്പോൾ അവിടെ പറഞ്ഞെന്താണ്? നമ്മുടെ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അമാനത്തിനെ കൊടുത്തു വീട്ടാനാണ്. ഒരാൾ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കരുത്? ശത്രുത വെക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തത് മൻ ഖാത്തല ലി തകൂനു കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ലാഹി. അപ്പോൾ അവിടെ ഫീ സബീലില്ലാഹി എന്നുള്ളതാണ് എഴുതാനുള്ളത്. എന്താണ്? ഒരുത്തൻ അള്ളാഹുവിൻ്റെ ഒരു കലിമത്തിന് വേണ്ടി കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ്. ഫീ സബീലില്ലാഹി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അടുത്തത് ഏഴാമത്തത് തർജീം. ഒന്ന് യഹ്റമു ഇബ്നു ആദമ വ തഷിബു മിൻഹു ഇത്നതാനിൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉമരി. മനുഷ്യൻ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവനിൽ രണ്ട് കാര്യങ്ങൾ യുവത്വത്തിലായിരിക്കും. ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തിയും, രണ്ടാമത്തത് വയസ്സിനോടുള്ള ആർത്തിയും. അതവിടെ എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ എട്ടാമത്തത് ഉക്തുബുൽ മഅന അർത്ഥം എഴുതാനാണ്. സഹറുൻ ഉറക്കമൊഴിക്കൽ, 2 ഇൻഷിഖാഖുൻ പിളരുക, 3 നഫ്ഖുൻ ഊതുക, 4 മുസ്കിറുൻ ലഹരി. ദുആവസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.